ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സസൈസ് 1.2-ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കാം നമുക്ക്. പ്രൂവ് ദാറ്റ് ദ ഫോളോയിങ് ആർ ഇറേഷണൽ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1/√2 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 1/√2 നമ്മൾ ആദ്യം ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇത് റേഷണൽ നമ്പർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം, അല്ലേ? അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം. ലെറ്റസ് അസ്യൂം 1/√2 ഈസ് റേഷണൽ. 1/√2 ഒരു റേഷണൽ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. പിന്നെന്താണ്? കോപ്രൈംസിന്റെ കാര്യം പറയണം. ദെൻ വി ക്യാൻ ഫൈൻഡ് കോപ്രൈംസ് എ ആൻഡ് ബി. ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇത് ആ ഒരു ഫോമിലേക്ക് കൊടുക്കുകയാണ്. സച്ച് ദാറ്റ് 1/√2 is equal to a/b. നമ്മളിതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്താവും? ഇത് √2 is equal to b/a. ക്ലിയർ ആണല്ലോ? ഇതിൽ എയും ബിയും ഇൻറ്റിജേഴ്സ് ആണ്, റേഷണൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയേണ്ടി വരും? √2 ഒരു റേഷണൽ നമ്പർ ആണെന്ന് പറയേണ്ടി വരും. √2 ഒരു റേഷണൽ നമ്പർ ആണോ? അല്ല. √2 എന്ന് പറയുന്നത് ഒരു ഇറേഷണൽ നമ്പർ ആണ്, അല്ലേ? ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, നോൺ റിക്കറിംഗ് ആണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ √2 എന്താണ്? ഒരു ഇറേഷണൽ നമ്പർ ആണ്. അപ്പോൾ നമ്മളിതൊരു റേഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്തത് ശരിയാണോ? അല്ല, തെറ്റാണ്. മനസ്സിലായോ? റേഷണൽ നമ്പറാണ് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇവിടെ എന്താണ്? √2 ശരിക്ക് ഇറേഷണൽ നമ്പറാണെന്ന് നമുക്കറിയാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ 1/√2 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇറേഷണൽ നമ്പറാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അത് നമുക്ക് എഴുതാം. സിൻസ് എ ആൻഡ് ബി ആർ ഇൻറ്റിജേഴ്സ്. എയും ബിയും ഇൻറ്റിജേഴ്സ് ആണ്. ദസ് √2 is a rational number which contradicts the fact that √2 is irrational. ക്ലിയർ ആണല്ലോ എഴുതിയിരിക്കുന്നത്? അത് √2 ഇറേഷണൽ നമ്പർ ആയതുകൊണ്ട് ഇതൊരു റേഷണൽ നമ്പർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് 1/√2 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇറേഷണൽ ആണ്. മനസ്സിലായോ? അപ്പം നമുക്കിത് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഹെൻസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് 1/√2 ഈസ് ഇറേഷണൽ. ക്ലിയർ ആണല്ലോ? 1/√2 നമ്മൾ എങ്ങനെയാണ് ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്തതെന്ന് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 7√5. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. 7√5 നമ്മൾ ചെയ്യേണ്ടത് സെയിം മെത്തേഡ് തന്നെയാണ്. 7√5. ഈ 7√5 ഇറേഷണൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് റേഷണൽ നമ്പർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം, അല്ലേ? ഇതേപോലെ തന്നെ അസ്യൂം ചെയ്യാം. Let us assume 7√5 is rational. Then we can find coprime A and B. B not equal to 0. Clear ആണല്ലോ? നമുക്ക് B നോട്ട് ഈക്വൽ ടു 0. ഈ ബി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്കിത് എങ്ങനെ എഴുതണം? റേഷണൽ നമ്പറിൻ്റെ ഫോമിൽ നമ്മൾ എഴുതണം. അങ്ങനെയാണെങ്കിൽ 7√5 ഈസ് ഈക്വൽ ടു a/b. അപ്പോൾ √5 ഈസ് ഈക്വൽ ടു അറേഞ്ച് ചെയ്യുമ്പോൾ a/7b എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? a/7b എന്ന് നമുക്ക് കിട്ടി. ഇതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ പോലെ തന്നെ എയും ബിയും എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ്, അല്ലേ? എയും ബിയും ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ അതൊരു റേഷണൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഇൻറ്റിജേഴ്സ് ആണ്, റേഷണൽ നമ്പർ ആണെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം? √5 എന്ന് പറയുന്നത് ഒരു റേഷണൽ നമ്പർ ആണെന്ന് പറയേണ്ടി വരും. പക്ഷെ √5 ഒരു റേഷണൽ നമ്പർ ആണോ? അല്ല, അതൊരു ഇറേഷണൽ നമ്പറാണ്.
അല്ലേ? √5 എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, നോൺ റിക്കറിങ് ആണ്. അപ്പോൾ √5 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇറേഷണൽ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഈ 7√5 ഒരു റേഷണൽ നമ്പറാണ് അസ്യൂം ചെയ്ത് ശരിയാണോ? അല്ല, തെറ്റാണ്. കാരണം എന്താ? √5 ഇറേഷണൽ ആയതുകൊണ്ട് 7√5 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇറേഷണൽ നമ്പറാണ്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് എഴുതാം. സിൻസ് A and B are integers, thus √5 is a rational number which contradicts the fact that √5 is irrational. ക്ലിയർ ആണല്ലോ? √5 ഒരു ഇറേഷണൽ ആണ്. അപ്പോൾ നമുക്കിതിൽ എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഹൻസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് 7√5 is irrational. 7√5 is irrational. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 7√5 ഒരു ഇറേഷണൽ ആണ് എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തു. കാരണം √5 ഒരു ഇറേഷണൽ നമ്പറാണ്, ഒരിക്കലും ഒരു റേഷണൽ നമ്പർ അല്ല. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 6 + √2. ഇതേപോലെ തന്നെ നമ്മൾ 6 + √2നെ അസ്യൂമിങ് ചെയ്യണം. ഏതാണ്? റേഷണൽ നമ്പർ ആണെന്ന് നമ്മൾ assume ചെയ്യണം. Let us assume 6 + √2 is rational. Then we can find co-primes A and B. B not equal to 0. നമ്മളിതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ 6 + √2 is equal to A/B. കാരണം P/Q ഫോമിൽ എഴുതി √2 is equal to A/B -6. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് അല്ലേ? ഇങ്ങനെ ആൻസർ കിട്ടുമ്പോൾ എങ്ങനെയാണ്? ഇതിലെ എയും ബിയും എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ്. ഇത് റേഷണൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ √2 റേഷണൽ നമ്പർ ആണെന്ന് പറയേണ്ടി വരും. പക്ഷെ ഒരിക്കലും √2 റേഷണൽ നമ്പർ അല്ല. കാരണം അതൊരു ഇറേഷണൽ നമ്പർ ആണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ എങ്ങനെ എഴുതണം? സിൻസ് A and B are integers, thus √2 is a rational number which contradicts the fact that √2 is irrational. Hence, we can conclude that എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യണേ? 6 + √2 is irrational. √2 ഇറേഷണൽ ആയതുകൊണ്ട് 6 + √2 ഒരു ഇറേഷണൽ ആണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. ക്ലിയർ ആണല്ലോ? 1/√2, 7√5, 6 + √2 ഒക്കെ ഇറേഷണൽ ആണെന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്തത്? ക്ലിയർ ആണല്ലോ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്ന് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായോ? നമ്മൾ ആദ്യം ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ റേഷണൽ നമ്പർ ആണെന്ന് നമ്മൾ ആദ്യം അസ്യൂം ചെയ്തിട്ട് വേണം ഇറേഷണൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനും കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെ താങ്ക് യു.